നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവർ ട്രബിൾ നേടിയിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അവർ ഫേവററ്റുകളായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ മറക്കേണ്ട, ഞങ്ങൾ റയൽ മാഡ്രിഡ് ആണ്, ഇത് റയൽ മാഡ്രിഡ് ആണ്. ജൂഡ് ബെല്ലിംഗാം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളായിരുന്നു അത്. അതുപോലെ കാർലോ ആഞ്ചലോട്ടിയോട് എന്താണ് ആരാധകരോട് പറയാനുള്ള മെസ്സേജ്? ഇത്തിഹാദിൽ ഇന്ന് വരെ വിജയിച്ചിട്ടില്ല, അപ്പോൾ അവിടെ പോയി യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണ് ആരാധകരോട് പറയാനുള്ള മെസ്സേജ് എന്ന ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ആരാധകർക്കൊരു ആശങ്കയും വേണ്ട, ഇത് നമ്മുടെ കോമ്പറ്റീഷനാണ്. ഇങ്ങനെ പറയാൻ റയൽ മാഡ്രിഡിന്റെ കോച്ചിനും റയൽ മാഡ്രിഡിന്റെ താരങ്ങൾക്കും അല്ലാതെ മറ്റാർക്ക് കഴിയും? യുവേഫ ചാമ്പ്യൻസ് ലീഗില് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഇത്രയധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള മറ്റൊരു ടീമില്ല. ഇത്രയധികം ചരിത്രം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ടീമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ താരങ്ങൾ, അവരുടെ കോച്ച് എന്തു പറഞ്ഞാലും UCL അത് അധികമാവില്ല, അഹങ്കാരമാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ അവര് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇത്തിഹാദിൽ പോയിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല എന്നുള്ള കണക്കങ്ങ് തീർത്തു. കളിയുടെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിറ്റി വലിയ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്, ശരിയാണ്. വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തി. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും, ബോൾ പോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും, കോർണറുകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാറ്റിലും സിറ്റി തന്നെയാണ് മുന്നിട്ട് നിന്നത്. റോഡ്രി പറഞ്ഞല്ലോ കളി കഴിഞ്ഞിട്ട്, ഇന്ന് ഗ്രൗണ്ടിൽ ഞാൻ ഒരു ടീമിനെ കണ്ടുള്ളൂ, അത് ഞങ്ങളാണ് എന്ന്. സംഗതിയൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ആഞ്ചലോട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെയാണ് സിറ്റിക്കെതിരെ കളിക്കാൻ പറ്റുകയുള്ളൂ, ജയിക്കാൻ പറ്റുകയുള്ളൂ, ഇതാണ് വഴി എന്ന്. അതായത് ഡിഫെൻഡ് ചെയ്ത് നിന്നു. പെപ്പ് പറഞ്ഞു അവരുടെ ഡിഫെൻസീവ് സ്ട്രാറ്റജിയെ കുറിച്ച് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല എന്ന്. സംഗതി വിജയിക്കുക, മുന്നോട്ട് പോവുക, അതാണ് പ്രധാനം. UCL വരുമ്പോൾ, സുപ്രധാന കളി വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം, അത് റയൽ മാഡ്രിഡിനോളം മറ്റാർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2010 ശേഷം മാത്രമുള്ള കണക്കുകൾ നമ്മൾ നോക്കുക. എത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് സെമി ഫൈനലിലും ഫൈനലിലും കിരീടം ചൂടുന്നതും ഒക്കെ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2010-11 സീസണിലും 11-12 സീസണിലും 12-13 സീസണിലും അവർ തുടർച്ചയായിട്ട് 3 വട്ടം സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. 2013-14 അവർ കിരീടം ചൂടി. 2014-15 വീണ്ടും സെമി ഫൈനൽ. 2015-16, 2016-17, 2017-18 തുടർച്ചയായിട്ട് 3 തവണ അവർ പിന്നെ കിരീടം ചൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടുത്ത 2 സീസണിൽ റൗണ്ട് ഓഫ് 16 പുറത്തായി, ശരിയാണ്. പക്ഷെ വീണ്ടും 2020-21 സീസണിൽ സെമി ഫൈനലിസ്റ്റുകളാവുന്നു. 2021-22 കിരീടം ചൂടുന്നു. പോയ സീസണിൽ സെമി ഫൈനലിസ്റ്റുകളാവുന്നു. ഈ സീസണിൽ വീണ്ടും സെമിയിലേക്ക് കയറി കഴിഞ്ഞു. അങ്ങനെ റയൽ മാഡ്രിഡിനോളം യുവേഫ ചാമ്പ്യൻസ് ലീഗ് അടക്കി ഭരിച്ച മറ്റൊരു ടീമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് പറയാൻ മറ്റുള്ളവരോട്, ഇത് ഞങ്ങളുടെ കോമ്പറ്റീഷനാണ്, ഇത് റയൽ മാഡ്രിഡ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.